ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അനുഭവമാകുന്നുവല്ലോ. കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ നിങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ആയുസ്സ് ദൈവത്തിൻ്റെ ദാനമാകുന്നു. നിങ്ങൾ ചോദിച്ചിട്ടാണോ നിങ്ങൾക്ക് ഈ ആയുസ്സ് ലഭിച്ചിരിക്കുന്നത്? അല്ലല്ലോ, ദൈവം ദാനമായി നൽകിയതാണ് ഈ ആയുസ്സ്. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോ ദിനങ്ങളിലും കർത്താവ് നമുക്ക് നൽകുന്ന പുതുശക്തിക്കായി പുതുബലത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് നിങ്ങൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്ന അവസരമാകുന്നുവല്ലോ. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഒരുങ്ങുന്ന നിമിഷങ്ങളാണല്ലോ. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഭവം എന്ത് എന്ന് ചോദിച്ചാൽ, ആ ക്രൂശിൽ കർത്താവ് തന്നെ സമർപ്പിച്ചത് എൻ്റെ ജീവിതത്തിനു വേണ്ടിയാണ്, എൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ്. കർത്താവ് ആദ്യമായി ഈ ലോകത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചത് അത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ്. ശിഷ്യന്മാരുമായി ഒരുമിച്ച് ചേർന്ന് ആദ്യമായി ആ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. അത് നമ്മൾ തുടരുകയാണ്. ഈ ലോകത്തിൽ കർത്താവ് ഒരുക്കിയ ആ വിശുദ്ധ കുർബാന അത് തുടരുകയാണ്. അത് കർത്താവിൻ്റെ ആ വലിയ കൂട്ടായ്മയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന ഒന്നാണ് ഈ വിശുദ്ധ കുർബാന. പ്രത്യേകിച്ച് സമർപ്പണത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ നമുക്ക് ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപ നിരന്തരമായി അനുഭവിപ്പാൻ നമുക്ക് സാധ്യമാകണം. കർത്താവിൻ്റെ ക്രൂശ് നമുക്ക് നൽകുന്ന ആ നല്ല അനുഭവം അത് വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണ്. കർത്താവിൻ്റെ ക്രൂശിലേക്ക് നോക്കി വേണം നമ്മുടെ ഓരോ ദിനങ്ങളിലെ യാത്രകൾ മുൻപോട്ട് നയിപ്പാനും. അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആയുസ് നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ലല്ലോ. നമ്മൾ ചോദിച്ചിട്ടാണോ നമുക്ക് ഈ ജീവിതം നൽകിയത്? അല്ല, നമ്മുടെ ജീവിതം അത് ദൈവത്തിൻ്റെ ദാനമാണ്. അവർ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനം. ആ ദാനമായി ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം അത് ദൈവത്തോട് കൂടെ ചേർന്ന് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഓരോ ദിനങ്ങളിലും ജീവിക്കേണ്ടതാണ്. അതിനായി കർത്താവ് നിങ്ങളെ ഓരോ നാളും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ആ ഒരു വലിയ അനുഭവം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്ക് ഇന്ന് ഈ വിശുദ്ധ ശുശ്രൂഷയിൽ ഈ മെഴുകുതിരികൾ നൽകിയിരിക്കുന്നു. ഈ മെഴുകുതിരികൾ അത് കത്തിച്ചിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ന് ഈ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന നിമിഷങ്ങളാണിത്. അതുകൊണ്ട് ഈ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അന്ധകാരം ഞങ്ങളിന്മേൽ ആധിപത്യം തുടങ്ങുവാൻ
ആധിപത്യം സ്ഥാപിപ്പാൻ തുടങ്ങുമ്പോൾ, കർത്താവെ നിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ നയിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടു കൂടെയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ലോകത്തിൻ്റെ പല തരത്തിലുള്ള തമസിൻ്റെ, അന്ധകാരത്തിൻ്റെ അനുഭവങ്ങൾ, അതിനെ ദൂരീകരിക്കേണ്ടത് കർത്താവിൻ്റെ പ്രകാശത്തിലാണ്. കർത്താവിൻ്റെ പ്രകാശത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനായി കർത്താവ് നിങ്ങളെ ഓരോ ദിനങ്ങളിലും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് ലഭിക്കുന്ന പുതിയ ശക്തി, പുതിയ ബലം, പുതിയ കൃപ, ഇത് ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകണം. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും എൻ്റെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇന്നു മുതലുള്ള ജീവിതം കർത്താവിൻ്റെ പുതിയ ശക്തിയും ബലവും ധൈര്യവും അനുഭവിക്കുന്ന അനുഭവങ്ങളായിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതം ഈ ലോകത്തിൽ നാം മുൻപോട്ട് നയിക്കുമ്പോൾ പല വിധത്തിലുള്ള പൈശാചിക ശക്തികൾ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ സാധ്യമാകുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതമായ ജീവിത അനുഭവങ്ങളുമായിട്ടാണ് നാം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി ജീവിപ്പാൻ നമുക്ക് സാധ്യമാകുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ സാക്ഷ്യമുള്ള ഒരു ജീവിതം നമുക്ക് നയിപ്പാനായിട്ട് സാധ്യമാകുന്നത്. അപ്രകാരം കർത്താവിൻ്റെ നിരന്തരമായ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് സാധ്യമാകണം. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് തിരുവചനത്തിൻ്റെ അനുഭവത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം മുൻപോട്ട് നയിക്കേണ്ടത്. തിരുവചനം ആയിരിക്കണം നമ്മുടെ ജീവിത യാത്രകൾ മുൻപോട്ട് നയിക്കുമ്പോൾ. പഴയ നിയമ പുസ്തകത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ സഞ്ചരിക്കരുത്. ദൈവവചനത്തിൽ ആശ്രയിച്ചു വേണം നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ. ദ വേർഡ് ഓഫ് ഗോഡ് ഷുഡ് ഡിറക്റ്റ് അവർ ലൈഫ്. ആ ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം നയിക്കണം. കർത്താവിൻ്റെ ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ ആ കർത്താവിൻ്റെ ക്രൂശ് നമുക്ക് നൽകുന്ന ആ വലിയ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം അത് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഭാഗമായി തീരേണ്ടത് ആവശ്യമാണ്. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും വേണ്ടിയാണ് കർത്താവ് ആ ക്രൂശിൽ തന്നെത്താൻ പൂർണ്ണമായി അർപ്പിച്ചത്. ഈ ലോക ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കാൻ നാം തയ്യാറാകേണ്ടി വരും. പലവിധമായ പ്രലോഭനങ്ങൾ. എന്നാൽ ആ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി സ്ഥിരമാനസരായി ജീവിപ്പാൻ എല്ലായ്പ്പോഴും നമ്മൾക്ക് സാധ്യമാകണം. അതാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും നിത്യ ജീവനുമായിട്ടാണ് ഈ വിശുദ്ധ കുർബാന നമുക്ക് നൽകപ്പെടുന്നത്. അപ്രകാരം പാപങ്ങളുടെ വിമോചനവും നിത്യ ജീവൻ്റെ അനുഭവത്തിലേക്കുള്ള
ആ പ്രവേശനത്തിൻ്റെ പ്രത്യാശയിൽ ജീവിപ്പാനും നമുക്ക് സാധ്യമാകണം. അതുകൊണ്ട് ഓരോ ദിനങ്ങളിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ശക്തരായി ജീവിപ്പാൻ തക്കവണ്ണം, പ്രകാശിതരായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളുടെ ഈ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഞാൻ ഈ മെഴുകുതിരികൾ കത്തിക്കുന്നത്? ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾ നമ്മളുടെ മേൽ വളരെയധികം ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ ആ വലിയ അന്ധകാര ശക്തികൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവിതത്തിന്മേലും ആധിപത്യം പുലർത്തുമ്പോൾ കർത്താവിൻ്റെ ആ പ്രകാശം, അന്ധകാരത്തെ ദൂരീകരിച്ച കർത്താവിൻ്റെ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കേണ്ടവരാണ്. അപ്രകാരം കർത്താവിൻ്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധ്യമാകുകയും ചെയ്യണം. അതിനാണ് നിങ്ങൾക്ക് ഇന്ന് ഈ മെഴുകുതിരികൾ കത്തിക്കുന്നത്. ഈ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള അന്ധകാര ശക്തികൾ നമ്മളുടെ മേൽ ആധിപത്യം നടത്തുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ആ അനുഭവം കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തുടർന്നുള്ള നാളുകളിൽ കർത്താവിൻ്റെ വെളിച്ചത്തിൽ നടപ്പാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം നൽകും. നിങ്ങൾക്കെല്ലാവർക്കും വേദപുസ്തകമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ? നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ആ വേദപുസ്തകം മുഴുവൻ വായിച്ചോ? ഇല്ല, മുഴുവൻ വായിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ഈ ജീവിതം ഈ ലോകത്തിൽ നയിക്കപ്പെടുമ്പോൾ വിശുദ്ധ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ നയിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വിശുദ്ധ വേദപുസ്തകം ഈ ശുശ്രൂഷയിൽ നൽകുന്നത്. വേദപുസ്തകത്തിൽ ആ വചനം അത് എൻ്റെ ജീവിതത്തിന് അടിസ്ഥാനമായിരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിന് അത് അടിസ്ഥാനമായിരിക്കണം. ദൈവവചനത്തിലൂടെ ആയിരിക്കണം ഞാൻ നിത്യവും വളരേണ്ടത്. ആ ദൈവവചനത്തോടുള്ള ആ ചേർന്നുള്ള ജീവിതം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്ക് ഇന്ന് മെഴുകുതിരികൾ നൽകിയിരിക്കുന്നു. ഈ മെഴുകുതിരികൾ കത്തിക്കുന്നുണ്ട്. ഈ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ചിന്ത, ഈ ലോകത്തിൻ്റെ ആധിപത്യം, പൈശാചികൻ്റെ ശക്തി, അന്ധകാരത്തിൻ്റെ പ്രബലത, അതൊക്കെ മാറ്റി ഞങ്ങളെ നിൻ്റെ വെളിച്ചത്തിൽ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. അതാണ് ഞങ്ങൾ ഈ വിശുദ്ധ കുർബാനയിലൂടെ സാധ്യമാക്കേണ്ടത്. കർത്താവിൻ്റെ വെളിച്ചത്തിൽ വസിക്കുക, കർത്താവിൻ്റെ വെളിച്ചത്തിൽ നടക്കുക, കർത്താവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുക. ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളുടെ മേൽ നിങ്ങൾ വിജയം കണ്ടെത്തുക. അതാണ് നമ്മുടെ ഈ വിശുദ്ധ കുർബാനയിലൂടെ സാധ്യമാകുന്നത്. ദൈവവചനം, അതുപോലെ തന്നെ ആ ദൈവവചനത്തിൻ്റെ ബലം, ശക്തി, അത് ദിനംതോറും നമുക്ക് അനുഭവിപ്പാൻ സാധ്യമാകണം. ഈ വിശുദ്ധ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം നൽകും. ആ വിശുദ്ധ വേദപുസ്തകം നൽകുന്നത് ദൈവവചനത്തിന് അനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിത യാത്രകളെ ക്രമീകരിക്കേണ്ടത്. ദൈവവചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്രകാരം ദൈവവചനത്തോടുള്ള ആ വലിയ ആഴമായ ബന്ധത്തിൽ ആയിരിക്കണം നിങ്ങളുടെ ജീവിതങ്ങളെ നയിക്കേണ്ടത്. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും അതാത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനും പുതുക്കത്തിനും ബലത്തിനുമായിട്ടാണ് നൽകുന്നത്.
കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ ഒരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും അത് എന്നെ പുതുക്കത്തിലും ആ പുതിയ ആത്മാവിൻ്റെ ബലത്തിലും നയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ വലിയ അനുഭവത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധ്യമാകണം. അതിനുവേണ്ടിയാണ് ഇന്ന് നിങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം നൽകുന്നത്. പ്രിയ മക്കളെ, നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതമാകുന്ന ജീവിത അനുഭവങ്ങളുമായി മുൻപോട്ട് നയിക്കുന്ന ഒന്നായിരിക്കണം. അതിനായി കർത്താവ് തുടർന്നുള്ള നാളുകളിലെ നിങ്ങളുടെ ജീവിതം ഏറ്റവും നന്മയുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതും ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.